ഇ ഡിയെ ആക്രമിച്ച കേസിൽ 9-ാം പ്രതിക്ക് തിരുവനന്തപുരം സെഷൻസ് കോടതി ജാമ്യം കൊടുത്തു. അതിനകത്ത് ഇ ഡി അവരുടെ അതൃപ്തിയും പ്രതിഷേധവും രേഖപ്പെടുത്തി കഴിഞ്ഞു. ഇ ഡി ജീവനക്കാരെ ആക്രമിച്ച കേസാണ്. അതിനകത്ത് 26 പേരോളം ഇപ്പം അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ 9-ാം പ്രതിക്കാണ് ഇപ്പം ജാമ്യം കൊടുത്തത്. അത് കൊടുക്കാൻ കാരണം അത് ആ ഗവൺമെൻറ് ലീഡറായിരുന്ന ഗീനാകുമാരിയുടെ ചില കളികളാണ് എന്നാണ് ഇപ്പം വരുന്ന വാർത്തകൾ. SFI നേതാവായിരുന്ന തീപ്പൊരി പ്രാസംഗികയായിരുന്ന ഗീതാകുമാരിയായിരുന്നു ഗവൺമെൻറ് ലീഡർ. ജില്ലാ ഗവൺമെൻറ് ലീഡറായിട്ട് അവർ വർക്ക് ചെയ്യുകയാണ്. ഇടതുപക്ഷ ഗവൺമെൻറ് സമയത്താണ് അവർ അവിടെ ജില്ലാ ഗവൺമെൻറ് ലീഡറായിട്ട് വന്നത്. പക്ഷേ പുതിയ ഗവൺമെൻറ് വന്നു കഴിഞ്ഞപ്പം അവരെ മാറ്റിയിട്ടില്ല. മാറ്റാനുള്ള ആ സമയമായി വരുന്നതേ ഉള്ളൂ. പക്ഷേ അവർ ആ ജാമ്യം പോലീസ് എതിർത്തെങ്കിലും ആ ജാമ്യം കൊടുക്കുന്നതിന് അവർ എതിരല്ല. കാരണം അവർ ഒരു വാക്ക് അവിടെ പറഞ്ഞു. പ്രതികളെ എല്ലാവരും റിമാൻഡ് ചെയ്തിട്ടുണ്ട്. ഈ 9-ാം പ്രതി ജാമ്യത്തിന് പോയി കഴിഞ്ഞാൽ ആ 9-ാം പ്രതിയും കസ്റ്റഡി കൊടുത്തു കഴിഞ്ഞു. ആ കസ്റ്റഡി കഴിഞ്ഞ് ഇനി പോലീസിന് കസ്റ്റഡി ആവശ്യമില്ല എന്നൊരു വാക്ക് അവർ കോടതി പറഞ്ഞു. അപ്പം പിന്നെ നിയമവിരുദ്ധമായി ഇനി അവരെ റിമാൻഡിലിടേണ്ട ആവശ്യമില്ലല്ലോ, അത് കോടതി ചിന്തിച്ചത്. അതുകൊണ്ടാണ് 9-ാം പ്രതിക്ക് ജാമ്യം കൊടുത്തത്. ഇതിനകത്തൊരു SFI നേതാവായിരുന്ന ഗീനാകുമാരിയുടെ കളിയുണ്ട്. കാരണം ഇത്രയും സീരിയസ് ആയ ഒരു കേസും ഇന്ത്യയുടെ ഏറ്റവും അത്യുന്നതമായ ഒരു അന്വേഷണ ഏജൻസികളെ അവരുടെ റെയ്ഡ് കഴിഞ്ഞ് വന്നപ്പോൾ ആക്രമിച്ച കേസാണ്. അവർക്ക് പലർക്കും പരിക്കേറ്റിട്ടുണ്ട്. അവരുടെ വാഹനങ്ങൾ മുഴുവൻ അടിച്ച് തകർത്തിട്ടുണ്ട്. ആ 3 വാഹനത്തിൻ്റെ ഇഷ്ടി കൊണ്ട് എറിഞ്ഞിട്ടുണ്ട്. അവരെ ചീമുട്ട വെച്ച് എറിഞ്ഞിട്ടുണ്ട്. അങ്ങനെ 27/5/2026 പാളയത്തെ ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവിൻ്റെ വസതി ഇ ഡി റെയ്ഡ് ചെയ്യുന്ന സന്ദർഭത്തിൽ രാവിലെ 5 മണിക്ക് മുതൽ തുടങ്ങി വൈകിട്ട് 7:30 തീർന്നു. 7:30 വെളിയിലിറങ്ങി അവരുടെ ഓഫീസിലേക്ക് മടങ്ങുന്ന സന്ദർഭത്തിൽ ആ വാഹനം തടഞ്ഞു നിർത്തി. ആ വാഹനം അടിച്ചു തകർക്കുകയും അവരെ പരിക്കേൽപ്പിക്കുകയും ചെയ്ത സംഭവം. ഇതിന് നേതൃത്വം കൊടുത്തത് അവിടുത്തെ CPM നേതാക്കന്മാർ തന്നെ. കാരണം സംസ്ഥാനത്തെ ഏറ്റവും അത്യുന്നതരായ എല്ലാ നേതാക്കന്മാരും ആ പിണറായി വിജയൻ വാടകയ്ക്ക് താമസിക്കുന്ന വീടിൻ്റെ മുൻവശത്തെ ഗേറ്റിൽ നിൽപ്പുണ്ടായിരുന്നു. രാവിലെ മുതൽ രാത്രി 7:30 വരെ. ആ സമയത്താണ് ഈ അക്രമം ഉണ്ടായത്. അത് ബംഗാളിലുണ്ടായത് ഇവിടെയും ആവർത്തിച്ചു എന്നാണ് അതിൽ നിന്ന് മനസ്സിലാകുന്നത്. ഇതിനകത്ത് ഇ ഡി അവർക്ക് ജാമ്യം കൊടുക്കുന്നതിന് എതിരാണ്. അവരെ ആക്രമിച്ച കേസാണ്. അതുകൊണ്ട് ഇ ഡി ഇപ്പം ഹൈക്കോടതിയിലും ജില്ലാ കോടതിയിലും ഈ കേസുമായിട്ട് ബന്ധപ്പെട്ടതിന് കക്ഷി ചേർന്നിരിക്കുകയാണ്. കാരണം ആ 9-ാം പ്രതിക്ക് ജാമ്യം അനുവദിച്ചത് ഈ കേസിൻ്റെ അന്വേഷണം എങ്ങും എത്തിയില്ല. അതിനു മുമ്പ് ജാമ്യം കൊടുക്കുന്നത് നല്ലതല്ല. അത് തന്നെയല്ല, അത് ഇ ഡി ഇപ്പം കക്ഷി ചേർന്നിട്ട് ആ ജാമ്യം ക്യാൻസൽ ചെയ്യാനുള്ള നീക്കം ജില്ലാ കോടതിയിലും അതുപോലെ കേരള ഹൈക്കോടതിയിലും നടക്കുകയാണ്. കാരണം അതിനകത്ത് ഇൻവെസ്റ്റിഗേഷൻ കേരള പോലീസ് നടത്തുമ്പോൾ ഇപ്പോൾ അറസ്റ്റ് ചെയ്ത 26 പ്രതികളുടെയും മൊബൈൽ ഫോണ് അതിൻ്റെ അകത്തെ മെസ്സേജുകളും മറ്റും പ്രാഥമികമായിട്ട് നോക്കിക്കഴിഞ്ഞു. പക്ഷേ അക്രമത്തിന് ആഹ്വാനം ചെയ്യുന്ന ഒരു മെസ്സേജും അതിനകത്തില്ല. അതേസമയത്ത് പ്രതിഷേധം രേഖപ്പെടുത്താനുള്ള വേണ്ടിയിട്ട് അണികളെല്ലാം വന്നു ചേരണമെന്ന് അഭ്യർത്ഥിക്കുന്ന മെസ്സേജുകൾ അറസ്റ്റ് ചെയ്ത എല്ലാ 26 പ്രതികളുടെയും അവരുടെ മൊബൈൽ ഫോണിനകത്ത് ആ മെസ്സേജ് കിടപ്പുണ്ട്. അപ്പോൾ ഇതിന് പ്രതിഷേധിക്കാൻ ആ സ്പോട്ടിൽ എത്തണമെന്നുള്ള മെസ്സേജ് അത് എല്ലാവരുടെയും മൊബൈൽ ഫോണിൽ കണ്ടിട്ടുണ്ട്. അത് ആ പ്രതികളെ പോലീസ് ചോദ്യം ചെയ്തപ്പോൾ അത് അവർ അഡ്മിറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ആ മെസ്സേജിൻ്റെ അടിസ്ഥാനത്തിലാണ് തങ്ങൾ അവിടെ വന്നതെന്ന്. എന്നാൽ ആക്രമിക്കാൻ ആഹ്വാനം ചെയ്യുന്ന ഒന്നും അവരുടെ മെസ്സേജിനകത്ത് പ്രാഥമിക പരിശോധനയിൽ കണ്ടിട്ടില്ല. പക്ഷേ അതിനകത്ത് ഡീപ്പായിട്ട് ഡിലീറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ല ഡീപ്പായിട്ട് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. അതിന് സമയമെടുക്കും. അങ്ങനെ പരിശോധിക്കേണ്ട ഒരാളാണ് 9-ാം പ്രതി. അപ്പോൾ അയാളെ ജാമ്യത്തിന് വിടുന്നതിന് തടസ്സമില്ല എന്നുള്ള രീതിയിലാണ് ഗീനാകുമാരി ജില്ലാ ഗവൺമെൻറ് ലീഡർ കോടതിയിൽ പറഞ്ഞത്. അത് തീർച്ചയായും അവർക്ക് വെസ്റ്റഡ് ഇൻട്രസ്റ്റ് ഉണ്ട്. അവർക്ക് രാഷ്ട്രീയപരമായ ചിന്ത വന്നിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെയായിരിക്കും അവർ അത് എതിർക്കാതെ പോയത്. അതേസമയത്ത് പോലീസ് ജാമ്യം കൊടുക്കാൻ പാടില്ല എന്ന് റിട്ടനായിട്ട് എഴുതി കൊടുത്തിട്ടുമുണ്ട്. ഏതായാലും ഇപ്പോൾ ഹൈക്കോടതിയിൽ ഇ ഡി നീങ്ങിയിട്ടുണ്ട്. ഇവിടെ കക്ഷി ചേരാനായിട്ട് ഇ ഡി അപേക്ഷ കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 20ഓളം ആൾക്കാരെ അറസ്റ്റ് ചെയ്യാനുണ്ട് അതിനകത്ത്. ആ 20 പേര് എവിടെയാണെന്ന് അറിയില്ല. ആ 20 പേരിൽ ഒരാൾ
ഇന്ത്യ വിട്ടുപോയെന്നുള്ള വാർത്തകളും വരുന്നുണ്ട്. എന്തായാലും ആ 20 പേരുടെ മൊബൈൽ ഫോൺ നോക്കേണ്ടിയിരിക്കുന്നു. അതിനകത്ത് എന്തെങ്കിലും ഏതെങ്കിലും ഒരു ആഹ്വാനം ആരുടെയെങ്കിലും മൊബൈലിൽ വന്നിട്ടുണ്ടോ, അതൊക്കെ ഡിലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശരി അവരെ അറസ്റ്റ് ചെയ്ത് ആ മൊബൈൽ കസ്റ്റഡിയിലെടുത്ത് അത് ഫോറൻസിക് പരിശോധനയിൽ അത് കണ്ടെത്താൻ കഴിയുള്ളൂ. അതുവരെ പ്രതികളെ റിമാൻഡ് വെക്കേണ്ടത് ആവശ്യം തന്നെയാണ്. പക്ഷേ അതിൽ നിന്ന് മാറി സഞ്ചരിച്ചു ഗവൺമെൻറ് ലീഡർ എന്നുള്ളതാണ് ഇപ്പം വരുന്ന വാർത്തകൾ. അതിനെ സംബന്ധിക്കുന്ന അവർക്കെതിരായിട്ടുള്ള നടപടിയിലേക്കും പോലീസും അതുപോലെ തന്നെ ഗവൺമെൻറ് നീങ്ങുന്നതായിട്ടാണ് മനസ്സിലാകുന്നത്. ഗവൺമെൻറ് ലീഡർ മറുകണ്ഠം ചാടിയാൽ അതിനൊരു ക്രിമിനൽ കേസ് എടുക്കാനുള്ള സാധ്യതയെപ്പറ്റി ആരായുന്നുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്.